ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വഴുതനങ്ങ വെച്ചിട്ട് ഒരു ശരിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ നമ്മുടെ നാടൻ വഴുതനങ്ങ അല്ല, ഇത് അമേരിക്കൻ എഗ് പ്ലാന്റ് ആണ്. അതിൻ്റെ വ്യത്യാസം കുരു കുറവായിരിക്കും. നമ്മുടെ വഴുതനങ്ങയിൽ കുറേ കുരുവായിരിക്കുമല്ലോ. കുരു കുറവായതുകൊണ്ട് ഫ്ലഷ് കൂടുതലായിരിക്കും. പിന്നെ സ്കിന്ന് വളരെ തിന്നായിരിക്കും. പിന്നെ കുറച്ചും കൂടെ ആ വഴുതനങ്ങയുടെ ആ ഫ്ലേവർ കൂടുതൽ കിട്ടും നമുക്ക്. അപ്പോൾ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കി നീളത്തിലിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് തിക്നെസ് ഇഷ്ടമുള്ള പോലെ. ഇനി ആ അറ്റത്തെ 2 പീസുകളും ഒന്നും വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ഒരു 1/2 ടീസ്പൂണിന് കുറച്ച് കുറവ്, മുഴുവനായിട്ട് ഇടണ്ട. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളം അല്ലെങ്കിൽ ആംചൂർ പൗഡറാണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മാങ്ങ ഉണക്കി പൊടിച്ചതാണ്, അതാണ് ആംചൂർ പൗഡർ. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുളിവെള്ളമായാലും മതി. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കണ്ട. പുളിവെള്ളം ആണെങ്കിൽ ഒരു ചെറുതായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ആംചൂർ പൗഡർ ആയതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ചേർക്കാതെ തന്നെ ഈ കഷ്ണങ്ങളിൽ മേൽ ഒന്ന് വെതറി ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പം എല്ലാം മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ കഷ്ണങ്ങളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട്. ആ വിടവുകളിലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കണം. ഈ മസാല ഇതുപോലുള്ള മസാലകളൊക്കെ തയ്യാറാക്കുമ്പോൾ അല്പം പുളിവെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ ആംചൂർ പൗഡറൊക്കെ ചേർത്താൽ ആ പെട്ടെന്ന് ആ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് ഒരു ഫ്രൈങ് പാനിൽ. അതിലൊന്ന് പതുക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായി കൂട്ടി പിന്നെ കുറച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഒട്ടും കരിഞ്ഞു പോവാതെ തിരിച്ചും മറിച്ചിട്ട് എടുക്കണം. അപ്പം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ 2 സൈഡും ഒന്ന് വാടി കിട്ടിയാൽ മതി. രണ്ട് സൈഡും ഒരുവിധമൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത്, ചെറിയ വെളുത്തുള്ളി അല്ലി 8 എണ്ണം ചതച്ചത്, 1-2 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത് ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. 2 മീഡിയം തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കത് ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും.
ഇനി മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് വേണ്ട, കുറച്ച് കുറവ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ, കഴുകൊന്നും വേണ്ട, ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഇത് സ്റ്റഫ് ചെയ്യാനുള്ള പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു അറ്റത്തെ പീസ് വെച്ചുകൊടുക്കാം. ഇനി ഈ മസാലയിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പീസ്, അങ്ങനെ ഓരോ പീസിലും മസാല സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കാം. ഈ വഴുതനങ്ങ പീസ് ആദ്യം തന്നെ നമ്മൾ മസാല പുരട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തല്ലോ, അപ്പോൾ ആ മസാല ആ പീസിലും കൂടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, പിന്നെ ആ പച്ചമുളകൊന്ന് പോയിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ മസാലയും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് പീസും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു അല്പനേരം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ, ഒട്ടും കരിയരുത് കേട്ടോ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം മൂടി വയ്ക്കാം. അങ്ങനെ ഒരു സൈഡ് ഒരു 30 സെക്കൻഡൊക്കെ വെക്കാം. ഒട്ടും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ശ്രദ്ധിച്ചൊന്ന് മറച്ച് വയ്ക്കാം. ഇത് പാനിലായതുകൊണ്ടാണ് ഇങ്ങനെ മറച്ചിടേണ്ടി വരുന്നത്. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മറച്ചിടേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് മറിച്ച് ഇടാം. കുറച്ച് കടായിൽ കുഴപ്പമൊന്നുമില്ല, മസാല നമുക്ക് വീണ്ടും അതിൽ നിന്ന്, ഇപ്പോൾ മസാല പുറത്ത് പോയാലും അത് വീണ്ടും അത് ഫില്ല് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ആ സൈഡും ഒരു 30 സെക്കൻഡ് വെക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ സ്റ്റഫ് ചെയ്തത് ശരിയായിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എല്ലാ പീസസും ടച്ച് ചെയ്യുന്ന വിധത്തിൽ 2 ഭാഗത്തായിട്ട് 2 സ്റ്റിക്ക്, ടൂത്ത് പിക്കോ അല്ലെങ്കിൽ മെല്ലെ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി വയ്ക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് വയ്ക്കുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. സ്റ്റിക്കുമ്പോൾ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വഴുതനങ്ങയ്ക്ക് ഇത്രയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്കിത് കഴിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ചപ്പാത്തിക്കും അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ നാടൻ വഴുതനങ്ങ വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, അപ്പോൾ ചെയ്ത് നോക്കണം. കുരു ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചെയ്ത് നോക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും തന്നെയാണ്. അപ്പോൾ വഴുതനങ്ങ കിട്ടുകയാണെങ്കിൽ, ഇതുപോലത്തെ വഴുതനങ്ങ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ശരിക്കൊരു വെറൈറ്റി വഴുതനങ്ങ സൂപ്പർ ഡിഷ് കഴിക്കാം. താങ്ക് യു.